വിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട് എങ്കിൽ യുഡിഎഫിന് പാലക്കാടും ചേലക്കരയും പ്രത്യേകിച്ച് ചേലക്കരയും നേടാൻ കഴിഞ്ഞാൽ അത് 2026 പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള തന്നെയാണ്. തർക്കമില്ല. ഈ പിരായിലെ കുറിച്ച് പറഞ്ഞപ്പോൾ പിരായിലെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ യുഡിഎഫിന് ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോൾ അവർ ഒന്നുകൂടെ കോൺഫിഡൻസിലേക്ക് വന്നു. സ്വന്തം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു. അതായത് പിരായിരിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. കുറച്ച് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. അതാണ് യുഡിഎഫ് പറയുന്നത്, ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ട് പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അത് തന്നെയാണ് പാലക്കാട് നഗരസഭയിൽ ബിജെപിയും പറയുന്നത്. അവിടെ 68% യഥാർത്ഥത്തിൽ പാലക്കാട് നഗരസഭയിലെ പോളിംഗ്. പക്ഷേ അത് ബിജെപി മറച്ചുവെക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ശ്രീകണ്ഠന്റെ ഒരു ആക്ഷേപം. അതാണല്ലോ 70 അവിടെ വന്നിട്ടില്ല എന്ന്. അവിടെയും ബിജെപി പറയുന്നത് ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡിൽ 80% പോളിംഗ് നടന്നിട്ടുണ്ട് എന്നാണ്. അതായത് അവരവരുടെ കണക്കുകൾ അനുസരിച്ച് എല്ലാവരും വിജയം അവകാശപ്പെടുകയാണ്. യുഡിഎഫ് ആണ് അവകാശപ്പെടുന്നത് 12,000 മുതൽ 15,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് ജയിക്കുമെന്ന്. നമ്മൾ വയനാടാണ് പറഞ്ഞു വന്നിരുന്നത്. CV അനുമോദ് ഉണ്ടല്ലോ അവിടുന്ന്, വയനാട് അനുമോദ് എന്താണ് അവിടെ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം? തുടക്കത്തിലെ ലീഡ് കുതിക്കുന്നത് വയനാടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ എന്താണ് ഈ അവസാന നിമിഷം ഈ 3 ലക്ഷത്തിന് മുകളിലേക്ക് പ്രിയങ്കയുടെ ഭൂരിപക്ഷം കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ചർച്ചകളാണല്ലോ. ഗുഡ് മോർണിംഗ് മഞ്ജുഷ്. ഗുഡ് മോർണിംഗ് സജിത്ത്. വയനാട് ഇപ്പോൾ 3 ഇടങ്ങളിലായിട്ടാണ് കൗണ്ടിങ് നടക്കുക. ഒന്ന് ഞാൻ നിൽക്കുന്ന നിലമ്പൂർ അമൽ കോളേജ്, മറ്റൊന്ന് കൽപ്പറ്റ SKMG സ്കൂള്, മറ്റൊന്ന് തിരുവമ്പാടിയിൽ സെന്റ് മേരീസ് സ്കൂൾ. അപ്പോൾ 3 ഇടങ്ങളിലായിട്ടാണ്. കൽപ്പറ്റയിലെ മാനന്തവാടിയിലെയും ബത്തേരിയിലെയും കൽപ്പറ്റയിലും, നിലമ്പൂർ ഏറനാട് വണ്ടൂർ മണ്ഡലങ്ങളിലെ നിലമ്പൂരിലും തിരുവമ്പാടിയിലുമാണ് എണ്ണുന്നത്. നമുക്കറിയാം വയനാടിനെ സംബന്ധിച്ച് കൂടുതൽ സസ്പെൻസുകളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഭൂരിപക്ഷമാണ് ഏറ്റവും വലിയ ചർച്ചയാകുന്നത്. ഭൂരിപക്ഷം കുറയുന്നത് പോലും തിരിച്ചടിയാകുന്ന ഒരു മണ്ഡലം. അതേപോലെ തന്നെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് നേട്ടമായി കാണുന്ന ഒരു മണ്ഡലം. അത്തരത്തിൽ മറ്റിടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് വയനാട്ടിലെ ഒരു സാഹചര്യം. ഇവിടെ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷം എന്ന ഒരു വലിയ ഭൂരിപക്ഷമായിരുന്നു UDF സ്വപ്നം കണ്ടിരുന്നത്. പക്ഷേ പോളിംഗ് ശതമാനത്തിലെ കുത്തനെയുള്ള കുറവ് അതുതന്നെയാണ് ഇവിടെ എല്ലാ മുന്നണികൾക്കും, പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ച് വലിയ ആശങ്കയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ പോലും 70% മുകളിലേക്ക് പോളിംഗ് പോയിട്ടില്ല. ആകെ പോൾ ചെയ്തത് 64%, 65-ന് താഴെയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു കുറവ് അത് ഭൂരിപക്ഷത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഏറ്റവും അവസാനം UDF നേതാക്കളുമായി സംസാരിക്കുമ്പോഴും അവരൊക്കെ പ്രതീക്ഷ അർപ്പിക്കുന്നത് 3.5 ലക്ഷത്തിന് മുകളിൽ ഒരു ഭൂരിപക്ഷം എന്നുള്ളതാണ്. ഒരുപക്ഷെ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ആദ്യ തവണ രാഹുൽ ഗാന്ധി നേടിയ പോലെ, പക്ഷെ അതിനുള്ള സാധ്യത വളരെ ചുരുക്കമാണെന്ന് നമുക്കറിയാം. 10 ലക്ഷത്തിൽ താഴെയാണ് ആകെയുള്ള 9.5 ലക്ഷമാണ് പോൾ ചെയ്ത വോട്ടുകൾ. അതിലൊരു 68% വരെ വോട്ട് നേടുമെന്നാണ് UDFന്റെ അവകാശവാദം. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനും BJPക്കും NDAക്കും ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ കുറവ് അവരുടെ വോട്ട് വിഹിതത്തിലും ഒരു കുറവുണ്ടാക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. BJPയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴായിരുന്നു. പക്ഷെ അതിൽ നിന്നും 1 ലക്ഷത്തിന് താഴെയൊക്കെ BJPയുടെ വോട്ട് കുറയുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. മുൻപ് നേടിയ വോട്ടുകൾ നേടിയാൻ അത് ലീഡ് നിലനിർത്താൻ, അതായത് ആ 2019-ലും 2024-ലും നേടിയ വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അത് തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഇവിടെ പ്രിയങ്ക ഗാന്ധി എല്ലായിടത്തും ലീഡ് ചെയ്യുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എത്ര എന്നുള്ള കണക്ക് മാത്രമാണ്. ശരി, വയനാട്ടിൽ അത് മാത്രമാണ് സസ്പെൻസ് ആയിട്ടുള്ളത്. എത്ര വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ജയിക്കും വയനാട്ടിൽ എന്നതാണ്. 3 ഇടങ്ങളിലായിട്ടാണ് വയനാട്ടിലെ വോട്ടെണ്ണൽ നടക്കുന്നത്. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും ഉള്ള വോട്ടെണ്ണലാണ് ബത്തേരിയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ തിരുവമ്പാടിയിൽ നടക്കുന്നു. മറ്റു മലപ്പുറം ജില്ലയിൽപ്പെട്ട 3 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്നത് നിലമ്പൂരിലാണ്. ഇങ്ങനെയാണ് 3 ഇടങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും 98 ബൂത്തുകളാണ് ആദ്യ റൗണ്ടിൽ എണ്ണുക. അങ്ങനെ ഓരോ റൗണ്ടിലും 98 ബൂത്തുകൾ വീതം എണ്ണി വയനാട്ടിലെ എന്തായാലും ഭൂരിപക്ഷം എത്രയാണ് എന്ന കാര്യത്തിലുള്ള സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം അനുമോദ് പറഞ്ഞത്, സജിത്ത്, ഇപ്പോൾ നവ്യ ഹരിദാസ് BJP സ്ഥാനം